സ്വർഗരാജ്യ തിരഞ്ഞെടുപ്പിന് ഭാഗഭാക്കുകളാകുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 47 മുതൽ 53 വരെയുള്ള വാക്യങ്ങളാണ്. വീണ്ടും സ്വർഗരാജ്യം കടലിൽ എറിയപ്പെട്ട ഒരു വല പോലെയാണ് എന്ന് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു. അതിൽ നിന്നും നല്ലത് കൊട്ടയിലാക്കുകയും ചീത്തത് വലിച്ചെറിഞ്ഞു കളയുകയും ചെയ്യുന്നു. യുഗാന്ത്യത്തിലും അങ്ങനെയായിരിക്കുമെന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമതായി, നമ്മിലെല്ലാവരിലും ഉള്ള നല്ലതും ചീത്തയും. നമ്മുടെ ജീവിതം നന്മകളാലും തിന്മകളാലും സമ്മിശ്രമാണ്. തിന്മയിലേക്ക് നോക്കി നിരാശപ്പെടുവാനോ നന്മയിലേക്ക് നോക്കി അഹങ്കരിക്കുവാനോ നമുക്ക് ഒരിക്കലും അവകാശമില്ല. ഒരർത്ഥത്തിൽ വചനം പറയുന്നത് പോലെ നന്മയും തിന്മയും ദൈവത്തിൻ്റെ സൃഷ്ടികൾ തന്നെയാണ്. നമ്മുടെ വിശ്വാസവും നമ്മുടെ ജീവിത ധർമ്മവും ഒന്നിനു വേണ്ടി മാത്രമാണ്: നന്മയെയും തിന്മയെയും വേർതിരിച്ചറിയുക എന്നത്. വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ സത്യവും അതുതന്നെയാണ്. വിവേചന ബോധത്തോടുകൂടി നിന്നിൽ, നിന്റെ മനസാക്ഷിയിൽ, നിന്റെ വിശ്വാസത്തിലും സഭയിലും ജീവിക്കുക എന്നത്. സഭ നല്ലതും ചീത്തയും കൂടിച്ചേർന്നതാണ്. നമ്മുടെ ആഗ്രഹങ്ങളിലും പ്രവർത്തനങ്ങളിലും നന്മയോട് പ്രതികരിക്കാൻ നാം എപ്പോഴും ബോധ്യത്തോടുകൂടി പെരുമാറേണ്ടതുണ്ട്. നന്മയിൽ പരാജയപ്പെടുന്നിടത്ത് നാം യേശുവിൻ്റെ സഹായവും ശക്തിയും കൃപയും യാചിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ ഒരു പ്രാർത്ഥന ഇപ്രകാരമാണ്: കർത്താവിനെ സ്വീകരിക്കുക, എൻ്റെ ഓർമ്മയും എൻ്റെ ധാരണയും എൻ്റെ മുഴുവൻ ഇഷ്ടവും സ്വീകരിക്കുക. ഞാനുള്ളതെല്ലാം, എനിക്കുള്ളതെല്ലാം നീ എനിക്ക് സമ്മാനിച്ചതാണ്. ഇപ്പോൾ ഞാൻ അവ അങ്ങേക്ക് തിരികെ നൽകുന്നു. നിന്റെ സ്നേഹവും കൃപയും മാത്രം എനിക്ക് തരണമേ. ഇവയാൽ ഞാൻ സമ്പന്നനാണ്. ഇനി യാതൊന്നും അധികം ആഗ്രഹിക്കുവാൻ എന്നെ ഇടവരുത്തരുതേ എന്ന്. 2. സ്വർഗരാജ്യത്തിലെ നല്ലതും ചീത്തയും. സ്വർഗരാജ്യത്തിൽ നല്ലതും ചീത്തയും ഇടകലർന്നതായി പല ഉപമകളും നമുക്ക് കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. എന്നിൽ നിന്ന് വ്യത്യസ്തരായവരോടൊപ്പം ജീവിക്കാൻ ആവശ്യമായ ക്ഷമയും സഹിഷ്ണുതയ്ക്കും വേണ്ടി നാം ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. സ്വർഗരാജ്യത്തിലേക്ക് നീ പ്രവേശിക്കുന്നതിന് മുൻപ് ഈ ലോകത്തിൽ വച്ച് സ്വർഗരാജ്യത്തിൻ്റെ തിരഞ്ഞെടുപ്പ് നടത്തുവാൻ നീ നിന്നെ തന്നെ നന്മയുടെ രാജ്യത്തിന് വേണ്ടി, സ്വർഗരാജ്യത്തിന് വേണ്ടി പുനർസമർപ്പിക്കേണ്ടതുണ്ട്, പുനഃക്രമീകരിക്കേണ്ടതുണ്ട്, വിശുദ്ധീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വലയ്ക്കുള്ളിലെ മത്സ്യങ്ങൾ എന്ന രീതിയിൽ നമുക്ക് നല്ല മത്സ്യങ്ങളായി രൂപപ്പെടുവാനും രൂപാന്തരപ്പെടുവാനുമുള്ള സാഹചര്യങ്ങളും അവസരങ്ങളും കർത്താവ് നൽകിക്കൊണ്ടേയിരിക്കും. വലിച്ചെറിയപ്പെടുവാൻ വേണ്ടിയുള്ള ചീത്ത മത്സ്യങ്ങളാകാതെ ബക്കറ്റിലേക്ക് അല്ലെങ്കിൽ കുട്ടയിലേക്ക് ശേഖരിക്കപ്പെടുന്ന നല്ല മത്സ്യങ്ങളെ പോലെ ഞാൻ ആയിത്തീരേണ്ടതുണ്ട്. കടലിൽ നിന്നെടുക്കുന്ന മത്സ്യങ്ങൾക്ക് സ്വയമേവ നല്ല മത്സ്യങ്ങളാകുവാൻ സാധിക്കുകയില്ല. എന്നാൽ എനിക്ക് നല്ലതായി തീരുവാൻ സാധിക്കും. യുഗാന്തമെന്നത് ഈ നല്ലതായി തീരുവാൻ വേണ്ടി ദൈവം എനിക്ക് തരുന്ന സമയത്തിൻ്റെ കാത്തിരിപ്പ് പൂർണ്ണതയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ദൈവത്തിന് വേണ്ടിയും നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയും സ്വർഗരാജ്യത്തിന് വേണ്ടിയും നല്ലതായി മാറുവാൻ നമുക്ക് പരിശ്രമിക്കാം. നല്ലതല്ലാത്തവരെ, നല്ലതല്ലാത്തതിനെയും നല്ലതാക്കി തീർക്കുവാനുള്ള കൃപ തരണമേ എന്നും പ്രാർത്ഥിക്കാം. 3. സ്വർഗരാജ്യത്തിലെ ശിഷ്യനായി തീർന്ന ഓരോ ഫരിസേയനും തൻ്റെ നിക്ഷേപപാത്രങ്ങൾ തുറന്ന് നല്ലതും ചീത്തയും പുറത്തെടുക്കുന്നവനെ പോലെയാണെന്ന്, അഥവാ പുറത്തെടുക്കുന്ന വീട്ടുടമസ്ഥനെ പോലെയാണ് എന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്. സ്വർഗരാജ്യത്തിൻ്റെ ശിഷ്യനായി തീരുകയെന്നാൽ ക്രിസ്തുവിനെക്കുറിച്ചും ദൈവ വചനത്തെക്കുറിച്ചും ബോധ്യവും ജ്ഞാനവും നൽകപ്പെട്ട വ്യക്തി എന്നാണ് അർത്ഥം. ദൈവം നമുക്ക് നൽകിയിട്ടുള്ള വിശ്വാസത്തെ ബോധ്യത്തോടുകൂടി നമ്മുടെ ജീവിതത്തിലുള്ള നന്മ തിന്മകളെ വേർതിരിച്ചറിയുവാനുള്ള കഴിവാണെന്ന തിരിച്ചറിവിൽ നാം നമ്മിലെ തിന്മകളെ എടുത്ത് ദൂരെ എറിയേണ്ടതുണ്ട് എന്ന് സാരം. ഈ സത്യം എപ്പോഴും ഉള്ളിൽ ഓർക്കേണ്ടതുണ്ട്. നന്മയും തിന്മയും നമ്മിൽ തന്നെയുണ്ട്. അതിൻ്റെ തിന്മകളെ വേർതിരിച്ചു മാറ്റി
നന്മയായി തീരുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആമേൻ.